ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി ഇതൊന്നും പറയാനില്ല, ചുമ്മാ 2-3 സാധനങ്ങൾ ഇട്ടതായി. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിന്റെ മുന്നിലൊരു മരം ഉണ്ടായിരുന്നു. അതിൽ അതേപോലെ ഉണ്ടായിരുന്നു ഈ സാധനം. അതിങ്ങനെ താഴത്ത് ഇങ്ങനെ വീണ് പോവും, ഒരാൾക്കും വേണ്ട. അന്ന് ഞാൻ കുറെ തിന്നുന്നുണ്ട്. ഇന്ന് നാട്ടിൽ പോകുമ്പോൾ ഇത് പൈസ കൊടുത്ത് മേടിക്കണം, അതാണ് അവസ്ഥ. അതാണ് നെല്ലിക്കപ്പുളി, നമ്മുടെ കുഞ്ഞു നെല്ലിപ്പുളി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു അച്ചാറ്, ഒരു തൊട്ടുകൂട്ടുള്ള സാധനം, അത്രേ ഉള്ളൂ. പണ്ട് ചെയ്തതും പണ്ട് തിന്നതും ഒക്കെ ഒന്നായി കുഴക്കാൻ വേണ്ടി ഈ വട്ടം പോയപ്പോ അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ തുടർന്ന് കാണാൻ വീഡിയോ ഇങ്ങനെ. നമുക്ക് നമ്മുടെ നെല്ലിക്കപ്പുളി വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അതാണ് കുറച്ചുകൂടി ദിവസം ഇരിക്കാനായിട്ട്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മിക്കല്ലും എടുത്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ചുമ്മാ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഈ അവസ്ഥയിലേക്ക് എടുക്കണം കേട്ടോ. ഇങ്ങനെ നോക്കി ഈ അവസ്ഥയിലേക്ക് എടുക്കാം. അത് കഴിഞ്ഞാൽ അതിനൊരു ബോളിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞാൽ ഇച്ചിരി ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഒന്നും വേറെ അല്ലേ, അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കണേ. അതും ഇതേപോലെ തന്നെ ചുമ്മാ ആ അമ്മിക്കല്ലും വെച്ചിട്ട് ചുമ്മാ ഇടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു അങ്ങനെ ഒരു ഇടിയോടും കൊടുത്ത് ഇതേപോലെ ചതച്ചെടുക്കണം. നല്ല ചതച്ച പരുവത്തിൽ കേട്ടോ. നോക്കി ഇതേപോലെ ആയിരിക്കണം. അതും ആ നെല്ലിക്കപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ആ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ അവിടെ പച്ചമുളക്, ഒരു ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു ഉഷാറുള്ളൂ. അപ്പം അതിനും ആ അമ്മിക്കല്ലും വെച്ചിട്ട് ചുമ്മാ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഈ പരുവത്തിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതും ആ ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഉപ്പ് ആവശ്യത്തിന്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ, നാട്ടിലൊക്കെ അങ്ങനെയല്ലേ പണ്ട് ചെയ്തിരുന്നേ, അതൊന്ന് ഞരണ്ടി പിഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ അതോടും ചേർക്കാം. അതോടും ചേർത്തൊന്ന് മിക്സ് ചെയ്യും. നോക്കി ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് അതേ സാധനം തന്നെ അത് വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റൈലിലേക്ക് പോവാം. മറ്റേത് നമുക്ക് കുറച്ചുകൂടി പ്ലസൻറ്റ് ഫ്ലേവർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുളക് പൊടിയില്ലാട്ടെ, ക്രഷ് ചെയ്ത മുളക്, അവിടെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അത് കഴിഞ്ഞ്
അതും അങ്ങോട്ട് മിക്സ് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയും മിളകും ചുവന്നുള്ളിയും എല്ലാം കൂടി മിക്സ് തട്ടിപ്പൊളിയും. നല്ല കിടിലൻ നാടൻ ടേസ്റ്റാണ് ഇതിന്. ഇതൊക്കെ ഇപ്പം കിട്ടാനില്ല. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്തോരം തിന്നുണ്ടെന്നത്. എന്ത് തിന്നു നോക്കട്ടെ നിങ്ങൾ ഇപ്പോഴുള്ള എന്ത് രുചി എന്താണ്.